തിരുവനന്തപുരം കണിയാപുരത്ത് യുവതിയെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചതായി പോലീസ്. കണ്ടൽ നിയാസ് മൻസിലിൽ താമസിക്കുന്ന ഷാനുവിനെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടെ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ഇന്നലെ വൈകിട്ട് 5:30യോടെയാണ് ഷാനുവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടികളാണ് മൃതദേഹം കണ്ടത്. വീട്ടിലെ ഹാളിൽ തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്ത് പരിശോധിച്ചതിൽ പ്രാഥമികമായി മരണത്തിൽ ഒരു സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആർഡിയുടെ നേതൃത്വത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും സയന്റിഫിക് എക്സ്പെർട്ട്, ഫിംഗർ പ്രിന്റ്, ഫോട്ടോഗ്രാഫർ എന്നിവരുടെ ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ എന്നിവരുടെ സഹായത്തോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. കഴുത്തിൽ കയർ മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അയകെട്ടിയിരുന്ന കയർ പൊട്ടിച്ചെടുത്താണ് പ്രതി കൃത്യം നടത്തിയതെന്നാണ് പോലീസ് വിശദീകരണം. ഷാനുവിൻ്റെ മാലയും കമ്മലും മൊബൈൽ ഫോണും കാണാനില്ല. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് പോലീസിൻ്റെ സൂചന. 8 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ ഭർത്താവ് മരിച്ച ഷാനു കുറച്ചു നാളായി തമിഴ്നാട് സ്വദേശിയായ രംഗനുമായി ഒരുമിച്ച് കഴിയുകയായിരുന്നു. ഹോട്ടൽ ജീവനക്കാരനാണ് രംഗൻ. ഇന്നലെ രാവിലെ 8:30 ഷാനുവിൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇരുവരും വീട്ടിലുണ്ടായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.